ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്ദ്യരായ റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, പരിമലപ്പള്ളിയിൽ ഈ സന്ധ്യാ നമസ്കാരത്തിനും ധ്യാനത്തിനും ഖബറിങ്കിലെ ധൂപപ്രാർത്ഥനയ്ക്കുമായി എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വാസികളെ, എല്ലാവർക്കും നമുക്കായി നോമ്പ് നോറ്റ് തിന്മയെ ജയിച്ച കർത്താവ് യേശു മിശിഹായുടെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യാതൊരു ആമുഖവും കൂടാതെ നാം എന്തിനാണ് ദൈവസന്നിധിയിൽ ഈ ഗോകുൽത്തായുടെ ചുവട്ട് ആയിരിക്കുന്നത്? വൈ യു ആർ ഹിയർ? വൈ ഐ ആം ഹിയർ? വലിയവനായ മോശ 40 ദിനം നോമ്പെടുത്തു. വലിയ പ്രവാചകനായ ഏലിയ 40 ദിനം നോമ്പെടുത്തു. ലോകരക്ഷകനായ ദൈവപുത്രനും 40 ദിനം നോമ്പെടുത്ത് തിന്മയെ ജയിച്ചു. ഈ കാൽവറിയുടെ ചുവട്ടിൽ, ഈ ഗോകുൽത്തായുടെ ചുവട്ടിൽ, ആ കുരിശിലേക്ക് നോക്കി അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു സന്ദേശമുണ്ട്. These things I have done for you. ഇവയെല്ലാം ഞാൻ നിങ്ങൾക്കായി ചെയ്തു. നിങ്ങൾ എനിക്കായി എന്ത് ചെയ്യും? What can you do for me? ഈ ചോദ്യം കാൽവറി കുരിശിൻ്റെ ചുവട്ടിൽ വേറൊരു രീതിയിൽ എഴുതിയിട്ടുണ്ട്. I asked Jesus, how much do you love me? This much. Then he stretched out his arms and died. ഞാൻ യേശുവിനോട് ചോദിച്ചു, എത്രമാത്രം നീ എന്നെ സ്നേഹിക്കും? ഈ ഗോകുൽത്തായിലേക്ക് നോക്കി വൈദികരായ ഞങ്ങളും ദൈവത്തിൻ്റെ ജനമായ നിങ്ങളും ഒരുപോലെ നോക്കിക്കൊണ്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, ഹൗ മച്ച് ഡു യു ലവ് മീ? എത്രമാത്രം നീ എന്നെ സ്നേഹിക്കുക? ഉടനെ കർത്താവിൻ്റെ മറുപടി എന്താ? ദിസ് മച്ച്. സർവലോകത്തെയും തൻ്റെ ഉള്ളം കൈയിൽ വഹിക്കുന്ന ദൈവം, ദൈവപുത്രൻ, ഹി ബിക്കെയിം മാൻ, നമ്മിൽ ഒരാളെ പോലെയായി. പാപമൊഴികെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക. അതെ, നാം പാപം സംബന്ധിച്ച് നീതിക്ക് ജീവിക്കുവാൻ അവൻ കാൽവരി കുരിശിൽ നമുക്കായി പീഡകളേറ്റു. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. എന്തിനാണ് കാൽവറി? അതെ, മോശയും ഏലിയായും എന്തിന് നോമ്പ് നോറ്റു? അവർ നോമ്പ് നോറ്റ് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഞാനും നിങ്ങളും പരിശുദ്ധ സഭയുടെ ഏറ്റവും വലിയ നോയമ്പായ പരിശുദ്ധ വലിയ നോയമ്പ്, കർത്താവ് നോറ്റ നോമ്പ് എന്തിനു നോക്കുന്നു? ആകൽ കറുസായെ ജയിപ്പാൻ. അതെ, ലോകത്തെ ജയിപ്പാൻ, തിന്മയെ ജയിപ്പാൻ. മോശ ദൈവജനത്തെ വഴി നടത്തുകയാണ്. പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. 40 ദിവസം ലോകത്തിൽ നിന്ന് വേർവിട്ട്, ജനങ്ങളിൽ നിന്നകന്ന്, ലോകസുഖങ്ങളോട് വിട പറഞ്ഞിട്ട് ദൈവത്തെ നോക്കി സീനായി മലയുടെ ഉന്നതത്തിൽ 40 രാവും 40 പകലും ഉപവസിച്ച് അവൻ അനുതാപത്താൽ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, തൻ്റെ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ 40 ദിവസങ്ങൾ കണ്ണീരോടെ അനുതപിച്ച് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, തൻ്റെ ജനങ്ങളുടെ അതിക്രമങ്ങളെ ഏറ്റുപറഞ്ഞിട്ട്, അതേ നോക്കൂ, പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക്
ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ഭൂമിയായ കനാൻ നാട്ടിലേക്ക് അവനെ നോക്കി യാത്ര ചെയ്യുന്നു. മോശ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ തിങ്ങി നിൽക്കുന്ന വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ് മോശയുടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു ഹോംവർക്ക് തരുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15-ാം വാക്യം വീട്ടിൽ ചെന്നിട്ട് വായിക്കണം. വായിക്കുകയല്ല, ധ്യാനിക്കണം. ദൈവത്തെ നോക്കിയുള്ള യാത്രയാണല്ലോ സഭയുടേത്. കാലം ചെയ്ത മാത്യൂസ് തിരിയൻ ബാബ തിരുമേനി ഇന്നിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളോട് ചോദിക്കും, കുഞ്ഞേ, ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടാൽ കുഞ്ഞേ മോൻ എങ്ങോട്ട് പോവുക? ഇവിടെ ചോദിക്കും, മോളെ എങ്ങോട്ടാ? അതെ, തിരുമേനി ചോദിക്കും, എന്താ സഭ? അവിടെ ചോദിക്കും, മോനെ എങ്ങോട്ടാ? മലങ്കര സഭയുടെ സൂര്യ തേജസ് മധ്യസ്ഥിതിയം ബാബ മറുപടി പറയും, കുഞ്ഞേ, ഞാനും നീയും, ഞാനും നിങ്ങളും അവനെ നോക്കിയാ യാത്ര ചെയ്യുന്നത്. എങ്ങോട്ടാ? അവനെ നോക്കിക്കൊണ്ട്. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ലാക്കാക്കിക്കൊണ്ട് സഭയും കുടുംബവും വ്യക്തികളും ദേറായക്കാരും വൈദികരും കുടുംബാംഗങ്ങളും ഒന്നു ചേർന്ന് അവനെ നോക്കി, കൽവറി കുരിശിലേക്ക് നോക്കി, സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടക സംഘം. അതെ, മോശ 40 രാവും 40 പകലും അവനെ നോക്കി തിരിച്ചിറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖം ശോഭിച്ചു, ദൈവപ്രകാശം ലഭിച്ചു. ക്രൈസ്റ്റ് ലൈക്ക്. എന്താ ഈ നോമ്പിൻ്റെ ഉദ്ദേശം? ഞാനും നിങ്ങളും ക്രിസ്തുവിനെ പോലെ ആകാൻ. നമ്മൾ പാടാറില്ലേ, യേശുവെ പോലെ ആകുവാ, യേശുവിൻ വാക്കു കാക്കുവാ, യേശുവെ നോക്കി ജീവിപ്പാ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവെ നോക്കി ജീവിപ്പാ, ഇവ കാക്ഷിക്കുന്നു ഞാൻ. മോശ അവനെ നോക്കി കാക്ഷിച്ചു, ആഗ്രഹിച്ചു. ലോകത്താലുള്ള കളങ്കം പറ്റാത്തവനായി ലോകത്തോടും ലോകസുഖങ്ങളോടും വിട പറഞ്ഞ് താൻ ആരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നോ ആ ജനത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു പുരോഹിതൻ, ദൈവത്തിൻ്റെ മഹാപുരോഹിതൻ, ദൈവത്തിൻ്റെ പ്രവാചകൻ അവനെ നോക്കി യാത്ര ചെയ്തു. ഹി ബിക്കെയിം ഗോഡ്ലി. അവൻ ദൈവികനായി. വേൾഡിലെ ആയിരുന്നു മോസസ്. ഹി വാസ് വേൾഡിലി. പക്ഷേ 40 ദിവസത്തെ നോമ്പിൻ്റെ പര്യവസാനം എന്ത്? ഹി ബിക്കെയിം ഗോഡ്ലി. സോ ഗോഡ് ബിക്കെയിം മാൻ സോ ദാറ്റ് മാൻ മേ ബിക്കം ഗോഡ്. ഇതാണ് മോശ കണ്ടത് കാൽവറി കുരിശിൽ. ഗോഡ് ബിക്കെയിം മാൻ. ദൈവം മനുഷ്യനായി. എന്തിന്? സോ ദാറ്റ് മാൻ മേ ബിക്കം ഗോഡ്. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവീകരിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഓർത്തു നോക്കി, ഇവിടെ ഇരിക്കുന്നവർ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ നോയമ്പിൽ കുമ്പിട്ട് നമസ്കരിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് ഇവിടെ ഇരിക്കുന്ന റമ്പാച്ചന്മാർ, അതേ വൈദിക പിതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാം, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും നിങ്ങളുടെ അവർ കണ്ണീരൊഴുക്ക് നോക്കി യേശുവിനെ നോക്കി ആ നോയമ്പ് ദേ ബിക്കെയിം ഗോഡ്ലി. അവർ വേൾഡിലെ അല്ല. നമ്മൾ ഇന്നും ഈ ലോകത്തിലാണ്. യു ആർ ഇൻ ദ വേൾഡ്. കർത്താവ് പറയും, യു ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിൽ ഉള്ളവരെങ്കിലും ലോകത്തിന് ഉള്ളവരല്ല. യു ആർ ഇൻ ദ വേൾഡ്. മോശ ലോകത്തിന് അനുരൂപനായിരുന്നു. പക്ഷേ ദൈവം അവനെ തെരഞ്ഞെടുത്ത് വിളിച്ച് വേർതിരിച്ചു. നിങ്ങളെയും എന്നെയും വൈദികരെ മാത്രമല്ല, പ്രിയമക്കളെ, നാം എല്ലാവരെയും ദൈവം വിളിച്ച് വേർതിരിച്ച് കുടുംബത്തെ നയിപ്പാൻ, നല്ല കുടുംബ ജീവിതത്തിൻ്റെ ഉത്തമ ഉദാഹരണമാകാൻ പിതാക്കന്മാരെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നല്ല കുടുംബജീവിതത്തിൻ്റെ ഉദാത്തമായ മാതൃകളാൻ അമ്മമാരെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നു. സോ വി ഓൾ ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. ലോകത്തിനുള്ളവരല്ല. നമ്മുടെ രാജ്യം ഇതല്ല. മോശ വിട പറഞ്ഞു.
ലോകത്തോടും ലോകസുഖങ്ങളോടും വിട പറഞ്ഞിട്ട് ഹി ചൂസ് godly, he became God like, Christ like. മദർ തെരേസയെ റോമൻ കത്തോലിക്ക സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷമാണ്, സെപ്റ്റംബർ 5. ഫ്രാൻസിസ് പോപ്പ് മദർ തെരേസയിൽ പോപ്പ് കണ്ടത് എന്താണെന്നറിയാമോ? ഷീ മദർ തെരേസ, ഷീ ഈസ് ക്രൈസ്റ്റ് ലൈക്ക്. നമുക്ക് പറ്റുമോ ക്രിസ്തുവിനെ പോലെയാകും? നമ്മൾ പാടിയില്ലേ, യേശുവെ പോലെയാകുവാൻ ഈ നോയമ്പ്. ക്രൈസ്റ്റ് ലൈക്ക്. കാൽവറി കുരിശിൽ അവൻ നമുക്ക് വേണ്ടി കാൽവറി കുരിശിൽ യാഗമായി അവൻ ചിന്നി ചിതറി, അവൻ്റെ മാംസം ചിന്നി ചിതറി പൊട്ടിപ്പൊളിഞ്ഞൊരു കുരിശ്. അതിൽ അവൻ്റെ ചങ്കിൽ ശൂലം ഇറക്കി, കുന്തമിറക്കി, രക്തവും വെള്ളവും അതിൽ നിന്നൊഴുകി അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഐ ആസ്ക്ഡ് ജീസസ്, ഹൗ മച്ച് ഡു യു ലവ് മീ? ദിസ് മച്ച്. ദെൻ ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആംസ് ആൻഡ് ഡൈഡ്. അവൻ തൻ്റെ കൈകളെ വിരിച്ചു. എന്തിനു വേണ്ടി? എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഇടവകൾ, നമ്മുടെ സഭ, വൈദികരായ ഞങ്ങളോട് ചേർന്ന് ഈ നോയമ്പ് നോക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ നമുക്ക് അവനെ നോക്കി യാത്ര ചെയ്യാം. അതേ ആ സ്നേഹം, കാൽവറിയിലെ സ്നേഹം എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുന്നതാകുന്നു. എൻ്റെ പാപങ്ങൾ, എൻ്റെ അതിക്രമങ്ങൾ, എൻ്റെ വീഴ്ചകൾ, എൻ്റെ ലോകത്തോടുള്ള പ്രതിപത്തികൾ, എൻ്റെ ലോകത്തോടുള്ള ആസക്തികൾ, ഇതിനോടൊക്കെ നമുക്ക് വിട പറഞ്ഞ് മോശയും ഏലിയായും കഠിന തപസ് അനുഷ്ഠിച്ചു. ലോകത്തെയും ലോകസുഖങ്ങളെയും വെടിഞ്ഞിട്ട് ദൈവസുഖം, ദൈവത്തെ നോക്കി ദൈവത്തെ സമ്പാദിച്ചു. ഈ നോയമ്പ് അവനെ സമ്പാദിക്കുന്നതാവട്ടെ, അവനെ പോലെ വളരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും ബലഹീനനായ എന്നെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.